സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഡിസംബർ 31 ഇടുക്കി കൂട്ടാറിൽ കമ്പമട്ട് CI ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. മുരളീധരനാണ് മർദ്ദനമേറ്റത്. ആശുപത്രി ചെലവൊന്ന് വഹിക്കാം എന്ന് പറഞ്ഞ് പോലീസ് പരാതി അങ്ങ് ഒത്തുതീർപ്പാക്കി. ചികിത്സാ ചെലവ് വഹിക്കാതെ വന്നതോടെ മുരളീധരൻ ഇടുക്കി SP പരാതിയും നൽകി. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. ആ ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ വിജയനാണ് വാർത്തയുടെ ഒരുങ്ങും ചേരുന്നത്. രാഹുൽ, ഇന്നത്തെ ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ലാത്തിക്ക് ലക്ക് കെട്ടാൽ എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടതാണ്. ആള് മാറി ഇടിച്ച് കൂമ്പുവാട്ടി കുറേയധികം ദൃശ്യങ്ങളും അതിന്റെ വാർത്തകളും ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഇതിപ്പോ സംഭവിച്ച എന്താണ്? ഈ പറയുന്ന പോലീസ് ഏമാൻ കൈക്കരുത്ത് അത്രയും ഓട്ടോ ഡ്രൈവറുടെ നേർക്ക് തീർക്കുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിന്റെ പിന്നിലെ കഥ എന്താണ്? ഗുഡ് മോർണിംഗ് രാഹുൽ. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു, പോലീസിനെ അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവർ നല്ല പ്രവർത്തനങ്ങളാണ് കോവിഡ് കാലത്ത് ഉൾപ്പെടെ നടത്തിയത്, ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോലീസിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന് എന്ത് അധികാരമാണ് ഇങ്ങനെ ഒരു പൗരനെ തല്ലാൻ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. ന്യൂ ഇയർ ദിനത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുരളീധരനും അതുപോലെ തന്നെ അവിടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ചെറുപ്പക്കാർ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചിരുന്നു. കൂട്ടാറിലാണ് പടക്കം പൊട്ടിച്ചിരുന്നു. ആ സമയത്താണ് ഈ ഷമീർ ഖാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർ, CA ഉൾപ്പെടെയുള്ള പോലീസുകാർ അതുവഴി വരികയും ഇവരോട് പടക്കം പൊട്ടിക്കരുതെന്ന് പറയുകയും ചെയ്തത്. ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഈ പടക്കം പൊട്ടിച്ച് തീർന്നിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അതിനത് സമ്മതിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഷമീർ ഖാൻ പറയുന്നത്. ഉടൻ തന്നെ അവിടെ കൂടി നിന്ന കുറച്ച് ആളുകളെ പിടിച്ച് തള്ളുകയാണ്. ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. അതിനുശേഷവും അങ്ങനെ നിന്നതിന് പ്രകോപിതനായി, യാതൊരു ആളുകൾ പ്രകോപിച്ചിട്ടില്ല, സ്വയം പ്രകോപിതനായി ആ മുരളീധരനെ അടിക്കുകയായിരുന്നു. കരണക്കുറ്റിക്ക് വലിച്ചടിക്കുന്ന ദൃശ്യങ്ങൾ ഈ CCTVയിലുണ്ട്. ഉടൻ തന്നെ മുരളീധരൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ആ മുരളീധരൻ്റെ പല്ലൊടിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസഹ്യമായ വേദന കാരണം അതിൻ്റെ പിറ്റേ ദിവസം ആശുപത്രിയിൽ പോവുകയായിരുന്നു. ആ വീണ മുരളീധരനെ അവിടുത്തെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെയാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്തത്. ഈ മുരളീധരൻ്റെ ആശുപത്രി ചെലവ് ഉൾപ്പെടെ വഹിച്ചുകൊള്ളാമെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഒരു CI ആണ് തല്ലിയത്. CIയുടെ മർദ്ദനമേറ്റ് വീണെങ്കിൽ കൂടിയും പേടിയുണ്ട് അദ്ദേഹത്തിന്. കാരണം ഒരു ഓട്ടോ തൊഴിലാളിയാണ്, അവിടെ ഒരു ചെറിയ കട നടത്തുന്ന ആളാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന SI നല്ല വെൽബിൽറ്റിയ മനുഷ്യനാണ്. നല്ല നീളവും പൊക്കവും തടിയും തണ്ടൊക്കെയുള്ള ഒരാളാണ്. അയാൾ കൈവീശി പൂർണ്ണ പവർ എടുത്ത് ഒറ്റയടിയാണ് ചോദിക്കുറ്റിക്കല്ലേ, പാവം. ഹാഷ്മി, അതെ. ഈ ഷമീർ ഖാന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അത് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ചില്ലറ അടിയല്ല, നമ്മൾ പിടിച്ചൊന്ന് തള്ളി വിടുകയാണ്. പോലീസുകാരൊക്കെ സാധാരണ നല്ലവരായ പോലീസുകാരൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് മാറ്റി വിടുവാണെങ്കിൽ ഓക്കെ, മാറ്റിവിടാൻ പല വഴികളുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ പിടിച്ചൊരൊറ്റ അടി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണെന്ന് നമുക്ക് തന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനെ അടിച്ച് വീഴിക്കുകയായിരുന്നു. ഒറ്റ അടിക്ക് ആ മുരളീധരൻ തറയെ വീഴുകയാണ്. അങ്ങനെ ചുമ്മാ വീണതല്ല, അടി കൊണ്ടതിൻ്റെ ആഘാതത്തിൽ തന്നെ വീണതാണെന്ന് ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. അതിനുശേഷം ഈ പോലീസുകാർ ആശുപത്രി ചെലവ് വഹിച്ചോളാന്ന് പറഞ്ഞു. അതൊട്ട് വഹിച്ചുമില്ല. മാത്രമല്ല, ഒരു മാസമായിട്ട് ഇങ്ങനെ തന്നെ അയാളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഈ മുരളീധരൻ ഇടുക്കി SP പരാതി കൊടുക്കുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തിട്ടും അതിലൊരു നടപടി വരാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്, പുറത്തേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. എന്ത് ന്യായമാണ് ഈ പോലീസുകാരനുണ്ടാവുക എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ കേസെടുക്കാത്തത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. കാരണം ഒരു സാധാരണ പൗരനെ അവിടെ കാഴ്ചക്കാരനായി നിന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അത് ഈ നാട്ടിൽ രാത്രിയിൽ അങ്ങനെ നിരോധനം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള നിയമം വരികയൊന്നും ചെയ്തിട്ടില്ല. രാത്രിയിൽ അവിടെ നിന്നു എന്നുള്ളൊരു തെറ്റായിട്ട് ഒരു എന്താണ് കരണം തീർത്ത് അടിച്ചതിന് ചികിത്സാ ചെലവ് വഹിക്കാമെന്ന പോലീസുകാരൻ പറഞ്ഞെങ്കിൽ തെറ്റ് ചെയ്തുവെന്ന ബോധ്യത്തിലാണ്. അപ്പോൾ അവർക്കും അറിയാം ചെയ്തത് മര്യാദയോടാണെന്ന് അവർക്കും അറിയാം. തീർച്ചയായിട്ടും അത് തെറ്റാണെന്ന് അവർക്ക് അപ്പം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ആ മുരളീധരനെ എഴുന്നേൽപ്പിക്കുന്നത്
സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു CCTV ദൃശ്യം പുറത്തു വരുമെന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇത്രയും ദിവസം അവർ അനങ്ങാതിരുന്നത്. അങ്ങനെ ഒരു സാധാരണ ഗ്രാമം, കൂട്ടാർ എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ ടൗണോ അത്ര വലിയ ജനവാസ വലിയ കടകളോ കാര്യങ്ങളോ ഉള്ള സ്ഥലമല്ല. അവിടെ CCTV ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ അത് വർക്കാവുമോ എന്നൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ CCTV ഉണ്ടായിരുന്നത് വർക്കായി, അതിൽ ആ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തതോടുകൂടി ആ ഷമീർ ഖാൻ പെട്ടു എന്നുള്ളതാണ്. എന്ത് ന്യായത്തിൽ അദ്ദേഹം ഇനി അതിനെ ന്യായീകരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇങ്ങനെ ഒരു സാധാരണക്കാരനായ ഒരാളെ മർദ്ദിക്കാൻ പോലീസിന് എന്ത് അധികാരം, അങ്ങനെ മർദ്ദിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പോലും അപ്രസക്തമാണ്. അങ്ങനെ പോലീസുകാർക്ക് കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ കൂടിയും ഒരു മൂന്നാം മുറ സ്റ്റൈലിലേക്ക് പോലീസുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാധിപതിയാണ്, എല്ലാ തരത്തിലുള്ള അധികാരവുമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയാൽ നിന്നെ തല്ലാം എന്നുള്ളൊരു അധികാരത്തിലേക്ക് പോലീസ് മാറുകയാണോ എന്നുള്ളതാണ് ഒരു സംശയം. അതിനെ ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ, സംസ്ഥാന സെക്രട്ടറി തന്നെ ന്യായീകരിക്കുന്നു. പോലീസുകാർ അത്ര കുഴപ്പക്കാരൊന്നുമില്ല, ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെറിയ പ്രശ്നമില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. കാരണം ഇന്നലെ വലിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പരമ്പര വരുമ്പോൾ എങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളാവുക എന്ന ചോദ്യം രാഹുലേ.